ഹായ് ഗൈസ്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ആരെ കാണാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഒനിൽ ചേട്ടനെ കാണാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നേരെ പോയി സംസാരിക്കാം. ഒനിൽ ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷം. വന്നിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. വന്നപ്പോൾ തന്നെ കാണാൻ സാധിച്ചു, അതുകൊണ്ട് വലിയ പോസ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ എങ്ങനെയുണ്ട് ആക്ച്വലി ഇപ്പൊ ചേട്ടനെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് തന്നെ കാണാൻ പറ്റിയത് തന്നെ സന്തോഷം. കാരണം ഈ ബിഗ് ബോസ് കണ്ടപ്പോൾ കുറേ കേൾക്കുന്നുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി. നമ്മളിപ്പോൾ കൊച്ചിയിൽ, ഞാനിപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, വളരെ കുറച്ച് മാത്രമാണ് ഫോർട്ട് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ നമ്മൾ ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടനെ കാണാൻ ഫോർട്ട് കൊച്ചി തന്നെ വരാൻ പറ്റിയതും ഫോർട്ട് കൊച്ചി കുറച്ചൊന്ന് കാണാനും പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഉറപ്പായിട്ടും സന്തോഷം. പിന്നെ പറയൂ, എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ജീവിതം? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു കഴിക്കണം. ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസും ഇറങ്ങുമ്പോൾ ചോദിക്കാറുള്ളതാണ്, ബിഗ് ബോസിൽ നിന്നും ഇന്ന പാഠങ്ങളൊക്കെ പഠിച്ചു, അപ്പോൾ അത് പിന്നീടുള്ള ലൈഫിൽ അപ്ലൈ ചെയ്യുമോ എന്നുള്ളത്. അവിടെ നിന്ന് പഠിച്ച സാധനങ്ങളൊക്കെ ഇപ്പൊ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അവിടുന്ന് പഠിക്കാനുള്ളത് ഒരുപാടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഞാൻ എന്താണ് പുറത്തുനിന്ന് വെളിയിലുള്ളതെന്നുള്ളത് ബിഗ് ബോസിലുള്ള പ്രേക്ഷകർ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ പുറത്തും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഞാനൊരു എന്താ പറയുക, ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ ഒരു വലിയ വീടാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നതാണ്. ഓട്ടോയിലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ മറ്റൊരു എന്താ പറയുക, ഫോർട്ട് കൊച്ചിക്കാരനായതുകൊണ്ട് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ പണിപ്പുര കാരണം മിസ്സായി അവിടെ. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഒരുപാട് കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നുള്ള ആളാണ്. ഇപ്പോഴാണ് വീട്ടുകാരുടെ ഒപ്പം താമസിക്കുന്നത്. ഞാൻ ആദ്യം പുറത്ത് കുറേ രാജ്യങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയതാണ്. അപ്പോൾ ബിഗ് ബോസിലിപ്പോൾ ഫുഡ് കുറവാണ്. ആ ഫുഡിന്റെ ബേസിസിൽ ഞാൻ ഒരു അടിപോലും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് കിട്ടണല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഒരുപാട് കുക്ക് ചെയ്ത് കൊടുക്കാനും അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഫുഡ് ഇല്ലാണ്ട് പട്ടിണി കിടന്നിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരു സംഭവം വലിയ ഒരു എന്താ പറയാ, അപ്പൊ അങ്ങനെ ഒരു എനിക്ക് വിഷമം തോന്നും ചിലപ്പോൾ. നെവിന് കുറച്ച് ഭക്ഷണം കൂടുതൽ വേണമെന്ന് തോന്നുമ്പോൾ അവന് ഞാൻ എൻ്റെ ഭക്ഷണം കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ ഈ നന്മമരമല്ല, ഇതെൻ്റെ ജീവിത ശൈലിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഒരു എന്താ പറയാ, ഒരു നന്മയുടെ ഒരു പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തത് ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഉള്ളിൽ, ഹൗസിനുള്ളിൽ ഇപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. എല്ലാവരുമായിട്ട് കരഞ്ഞു, എല്ലാവരുമായിട്ടും എന്താ പറയുക, എല്ലാവർക്കും ഉമ്മ കൊടുത്തു എക്സെപ്റ്റ് ലക്ഷ്മി. അപ്പോൾ അതാണ് നമ്മുടെ ബോണ്ട്. ചേട്ടൻ്റെ അമ്മ വന്നപ്പോഴും അങ്ങനെയായിരുന്നു തോന്നുന്നു, ലക്ഷ്മീനെ കൈ കൊടുത്തില്ല. അത് കാരണമുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മുമ്പിലും ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഇഷ്യൂ, മിസ് ആൻഡ്രി എന്നുള്ളൊരു ഇഷ്യൂ റേസ് ചെയ്തായിരുന്നു. പക്ഷെ അതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ പറഞ്ഞ പോലെ അത് നിയമപരമായിട്ട് നേരിടും. അതിപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഞാൻ നേരിട്ടോളാം. ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ നെഗറ്റീവ് PR എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വന്നിട്ട് വെറുതെ നമ്മളെ മനസ്സിലായി ഒരു കഥാപാത്രം പോലെ ആക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ PR എത്രത്തോളം ലക്ഷ്മിനെ കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ലക്ഷ്മി 62 ദിവസം അവിടെ നിൽക്കുമോ എന്നുള്ള എനിക്ക് ഒന്നറിയണം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 63-ാം ദിവസം ഇറങ്ങുന്നത്, 9th വീക്ക് ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് ഇടയ്ക്ക് വെച്ച് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ലക്ഷ്മിയുടെ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, സർഫസ് ലെവൽ നോളജാണ്. അതായത് ഗൂഗിളിൽ നിന്നൊക്കെ വായിച്ച് പഠിക്കുന്ന നോളജ്, അല്ലാതെ ഡെപ്തായിട്ടൊന്നും അറിയില്ല. അപ്പോൾ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയാണ് ആരോ PR എന്തോ, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞാൽ എന്നിട്ട് നമ്മളാരും ലക്ഷ്മി പറയുന്നത് കേൾക്കാറില്ല. വോളിയത്തിൽ നിങ്ങളാണ് TV കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ഒരു ഗെയിമറായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല.